Good morning, students. Today our topic Kerala Cooperative Societies Act 1969. Kerala Cooperative Societies Act 1969. Previous ക്ലാസ്സുകളിൽ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ടോപ്പിക്കിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് 1969 മെയ് 15 മെയ് 15 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പോൾ തന്നെ അതിന് ഒരു ഹിസ്റ്ററി പഠിക്കാനുണ്ടായിരുന്നു. ആ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതിൽ എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ച സെക്ഷൻസ് 110 സെക്ഷൻസ് ആൻഡ് 201 റൂൾസ്. 110 സെക്ഷനും 201 റൂളുകളോടും കൂടിയിട്ടുള്ളതാണ് ഇത് ഈ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ദെൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വാസ് എനാക്റ്റഡ് ടു കൺസോളിഡേറ്റ്, amend and unify the laws relating to cooperative societies in Kerala. It repeals എന്ന് പറയുന്നത് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 ആൻഡ് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 വിച്ച് വാസ് പ്രിവെയിലിംഗ് അറ്റ് ദ ടൈം ഓഫ് കേരള. അതായത് കൊച്ചിൻ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 അതുപോലെ തന്നെ 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് പിന്നീട് അത് എന്തായിട്ട് മാറിയിട്ടുള്ളത്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആയിട്ട് മാറിയിട്ടുള്ളത്. പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ച ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ പ്രിയാമ്പിൾ, ഒരു സൊസൈറ്റീസ് ആക്ടിൻ്റെ പ്രിയാമ്പിൾ, ആമുഖത്തിൽ എന്താ പറഞ്ഞിരിക്കണേ, അതാണ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ തന്നെ അതിൽ ദ ആക്ട് വാസ് പാസ്ഡ് വിത്ത് വ്യൂ ടു പ്രൊവൈഡ് ദ ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ. ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ, കോപ്പറേറ്റീവ് സെക്ടറിലെ ഒരു ഓർഡർലി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ റൂട്ടീനായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാനുള്ള ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സെക്ടർ ഇൻ ദ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഓർഗനൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആസ് സെൽഫ് ഗവേണിംഗ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്വിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് സമത്വം, സോഷ്യൽ ജസ്റ്റിസ്, സെയിം ടൈം എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് കോപ്പറേറ്റീവ് സെക്ടറിലെ ഒരു ഓർഡർലി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പ്രൊമോട്ട് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് കെയർ ഡെവലപ്മെൻറ്റ്, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, മാനേജ്മെൻറ്റ് എക്സലൻസ് ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ. ഇറ്റ് ഈസ് എക്സ്പീഡിയൻറ്റ് ടു കൺസോളിഡേറ്റ്, അമെൻഡ് ആൻഡ് യൂണിഫൈ ദ ലോ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയും ഒരു ഓർഡർലി ഡെവലപ്മെൻറ്റ്, വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് തന്നെയാണോ ഇത് പ്രവർത്തിക്കുന്നത്, ഓർഡർലി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്, അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അവിടെ ഇറ്റ് വാസ് ഇനാക്റ്റഡ് ഇൻ ദ 19th year of the Republic of India. Then it was enacted in the 19th year of the Republic of India. അതായത് 1950 ശേഷം, റിപ്പബ്ലിക്കിന് ശേഷം 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സെക്ഷൻസിലെ നമ്മൾ പഠിക്കാനായിട്ട് 110 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ആ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 102 ഓൺവേഡ്സ് അത് തുടങ്ങിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആക്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് വൺ സെക്ഷൻ 1. സെക്ഷൻ 1 എന്താ പറഞ്ഞിരിക്കണേ, സൊസൈറ്റീസ് ആക്ട് ആരംഭിക്കുകയാണ്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. Then the act is called Kerala Cooperative Societies Act 1969 and extend to the whole of the state of Kerala. And it came into force on 15th May 1969 as per the notification of the government in the Gazette. ഗവൺമെൻറ്റിൻ്റെ ഗസറ്റ് വിജ്ഞാപനം ഉണ്ടായിട്ടുള്ളത് 15th May 1969 കേരള KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അത് നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 1 ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ ഡെഫിനിഷൻസ് ആണ്. സെക്ഷൻ 2, സെക്ഷൻ 2 സെക്ഷൻ 2
ഡെഫിനിഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഡെഫിനിഷൻസിൽ സെക്ഷൻ 2-ൽ KCS ആക്ട് കണ്ടോ, KCS ആക്ട് 1969-ലെ സെക്ഷൻ 2-ൽ ഡെഫിനിഷൻ, സെക്ഷൻ 2-ൽ പറയുന്നത് ഒരുപാട് ഡെഫിനിഷൻസാണ്. അതാണ് ഇന്നത്തെ ടോപ്പിക്. നമുക്ക് സെക്ഷൻ 2 ഡെഫിനിഷൻസ്. അപ്പോൾ ആദ്യം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 1-ൽ ഒരു ആമുഖം, അതായത് ഗസറ്റ് വിജ്ഞാപനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും, സെക്ഷൻ 2-ൽ വേരിയസ് ഡെഫിനിഷൻസാണ്. ഒരു 20-21 ഡെഫിനിഷൻസ് നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? 20-21 ഡെഫിനിഷൻസ് നമുക്ക് ഏതിൽ പഠിക്കാനുണ്ട്? KCS ആക്ട് പ്രകാരം പഠിക്കാനുണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് അപ്പെക്സ് സൊസൈറ്റി. അതിന് എങ്ങനെയാണ്? സെക്ഷൻ 2-ലെ ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസിലെ അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റിയിൽ എന്താ പറയണേ? അപ്പെക്സ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് ദ whole ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്റ്റ് ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ. അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പെക്സ് സൊസൈറ്റി വെച്ചാൽ ഏറ്റവും മുകളിൽ. അപ്പെക്സ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് ദ whole ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനം മുഴുവൻ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനുള്ള സൊസൈറ്റീസിനെയാണ് അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ്. ഈ അപ്പെക്സ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അതർ സൊസൈറ്റീസ് ആണ്. വിത്ത് സിമിലർ ഒബ്ജക്റ്റ് ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ. അതായത് രജിസ്ട്രാർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന, ഒരേ ഒബ്ജക്റ്റോടുകൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും അപ്പെക്സ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ അപ്പെക്സ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലുള്ള ഏരിയ ഓഫ് ഓപ്പറേഷനാണ്. ഇപ്പം നമ്മൾ സെൻട്രൽ സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ റവന്യൂ ഡിസ്ട്രിക്റ്റുകളെ മാത്രമാണ് നമ്മൾ. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള സൊസൈറ്റീസിനെ, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ സ്റ്റേറ്റ് ലെവലിലുള്ള സൊസൈറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുക? അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറയുക. അപ്പം നിങ്ങൾ അതുപോലെ പഠിക്കുക. വാട്ട് ഈസ് മെൻ ബൈ അപ്പെക്സ് സൊസൈറ്റി? അപ്പെക്സ് സൊസൈറ്റിയിലെ അപ്പെക്സ് സൊസൈറ്റി മീൻസ് സൊസൈറ്റി ഹാവിങ് ദ whole ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഒരു സംസ്ഥാനം മുഴുവൻ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനും ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്റ്റ് ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്ന പ്രകാരം, രജിസ്ട്രാർ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോർപ്പറേഷൻ റൂൾസ് പ്രകാരം നിലയിൽ വന്നിരിക്കുന്ന മറ്റു കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും അപ്പെക്സ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലെവലുള്ള സൊസൈറ്റീസിലെ എന്തൊക്കെയാണ് പറയുക, ഒരുപാട് അപ്പെക്സ് സൊസൈറ്റി കേരളയിലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബോർഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, മാർക്കറ്റ് ഫെഡ്, റബ്ബർ മാർക്ക്, ഹൗസ് ഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ്, ദെൻ വനിതാ ഫെഡ്, ലേബർ ഫെഡ്, ദെൻ കേര ഫെഡ് എക്സെട്ര. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? അപ്പെക്സ് സൊസൈറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ആദ്യം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം സെക്ഷൻ 2-ലെ ഓരോ ഡെഫിനിഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡെഫിനിഷൻസ് ഏതിനൊക്കെ കൊടുത്തിരിക്കുന്നത്? വാട്ട് ഈസ് മെൻ ബൈ അപ്പെക്സ് സൊസൈറ്റി? എന്താ അപ്പെക്സ് സൊസൈറ്റി? എന്താ ബൈലോ? എന്താ സെൻട്രൽ സൊസൈറ്റി? അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, വാട്ട് ഈസ് മെൻ ബൈ കമ്മിറ്റി, വാട്ട് ഈസ് മെൻ ബൈ ചീഫ് എക്സിക്യൂട്ടീവ്, ദെൻ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എക്സെട്ര. അപ്പോൾ ഇവിടെ സെക്ഷൻ 2 സബ്സെക്ഷൻ എ കണ്ടോ? സെക്ഷൻ 2 ഇവിടെ സെക്ഷൻ 2-ലെ സബ്സെക്ഷൻ എ പ്രകാരം അപ്പെക്സ് സൊസൈറ്റിയെ ഇങ്ങനെയാണ് ഒരു അപ്പെക്സ് സൊസൈറ്റി ആയിരിക്കണമെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വോൾ സ്റ്റേറ്റ് ആയിരിക്കും അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. വോൾ സ്റ്റേറ്റ് ആയിരിക്കും അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് as its members only other societies with a similar object and declared as such by the registrar. Then section 2 subsection AA assisted society. Section 2 subsection AA. Then avade assisted society.
അസിസ്റ്റഡ് സൊസൈറ്റി. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഡെഫിനേഷൻസിൽ ഒരു 21 ഡെഫിനേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ മേജർ ഡെഫിനേഷൻസ് ഏതൊക്കെയാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെയാണെന്ന് പറയാം. എങ്കിൽ കൂടെ നമുക്ക് പറഞ്ഞിരിക്കുന്നതിൽ സബ്സെക്ഷൻ എ അസിസ്റ്റഡ് സൊസൈറ്റി. അസിസ്റ്റഡ് സൊസൈറ്റി മീൻസ് a cooperative society which has received government assistance in the form of share capital. അതായത് അസിസ്റ്റഡ് സൊസൈറ്റി മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് റിസീവ്ഡ് ഗവൺമെൻറ് അസിസ്റ്റൻസ്, ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള സൊസൈറ്റീസിനെയാണ് അസിസ്റ്റഡ് സൊസൈറ്റി. അസിസ്റ്റഡ് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ള, ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ. ആ ഫേമിൻ്റെ അതിൽ അത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരിക്കാം. ലോൺ, ഗ്രാൻഡ് ഓർ എനി അതർ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഓർ എനി ഗ്യാരണ്ടി ബൈ ദ ഗവൺമെൻറ് or from the board constituted by the government for repayment of loan, interest or deposit. അതായത് തിരിച്ചടയ്ക്കാമെന്നുള്ള ഒരു വ്യവസ്ഥയിൽ മേലോ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും അസിസ്റ്റൻസോടുകൂടി നിലയിൽ വന്നിരിക്കുന്ന സൊസൈറ്റീസിനെയാണ് എന്ത് പറയുന്നത്, അസിസ്റ്റഡ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് റിസീവ്ഡ് ഗവൺമെൻറ് അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ, ലോൺ, grant or any other financial assistance or any guarantee by the government or from the board constituted by the government for repayment of loan, interest etc. അതായത് സൊസൈറ്റി വിച്ച് ഹാസ് റിസീവ്ഡ് ഗവൺമെൻറ് അസിസ്റ്റൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള രൂപത്തിലോ ലോണായിട്ടോ മറ്റെന്തെങ്കിലും ഗ്രാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസോ എവിടെ നിന്ന് ലഭിക്കുകയാണെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബോർഡിൽ നിന്നോ ഒക്കെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരംഭിക്കാനോ അതിൻ്റെ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസോ ലഭിച്ചിട്ടുണ്ടാവാം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് അത്തരം സൊസൈറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുക, അസിസ്റ്റഡ് സൊസൈറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്ഷൻ 2 സബ്സെക്ഷൻ എ ബി ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ്. സെക്ഷൻ 2 സബ്സെക്ഷൻ എ ബി. Subsection A, B, auditing of accounts of cooperative societies. Auditing of accounts of cooperative society. Auditing of accounts of cooperative society. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താ, വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് അല്ലേ. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ചെക്കിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും വളരെ ട്രാൻസ്പാരൻ്റ് ആണെന്നും യാതൊരു തരത്തിലുള്ള മിസ്ലീഡിങ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നും അത് വളരെ ആക്യുറേറ്റ് ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുക, വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. ദെൻ അവിടെ ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് കോപ്പറേറ്റീവ് KCS ആക്ട് 1969 പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ A, B പ്രകാരം ഓഡിറ്റിങ്ങിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കണേ, ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് means close examination of financial transaction. എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെയും നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് and includes an enquiry into the affairs of society and subsidiary institutions in order to ascertain the correctness of accounts and the extent to which its activities were useful in promoting the economic welfare of the members in accordance with cooperative principles. അപ്പോൾ അതിലെന്താ നോക്കണ്ടേ, എന്താണ് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. That means close examination of financial transaction. Financial transaction close examination, overdue debt if any, maintenance of books of accounts maintain cheya, documents and other records of business and includes
an inquiry into the affairs of the society and subsidiary institutions in order to ascertain the correctness of accounts. എല്ലാ അക്കൗണ്ട്സും കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. correctness of accounts and extent to which the activities were useful in promoting the economic welfare of the members in accordance with cooperative principles. അപ്പോൾ ഡെഫിനിഷനിൽ ആദ്യം പഠിച്ചിരിക്കുന്ന ഡെഫിനിഷൻ എന്താ? ഫസ്റ്റ് വൺ ഈസ് what is meant by apex society. Second one is section 2 subsection AB, what is meant by assisted society. Then assisted society, the society which has received assistance from the government as in the form of share capital, grants or other financial assistance. Then third one is section 2 subsection AB, auditing of accounts of cooperative society. Then next one is very important, what is meant by bylaw. അപ്പെക്സ് സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ what is meant by bylaw, B. section 2 subsection B. section 2 subsection Bയിലെ bylaw എന്താണെന്ന് പറയുന്നുണ്ട്. what is meant by bylaw. bylaw means the registered bylaw of a cooperative society. registered bylaw of a cooperative society for the time being in force. അപ്പോൾ അവിടെ എന്താ മീനിങ്? what is meant by bylaw? bylaw means the registered bylaw of a cooperative society for the ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. എന്ന് മുതലാണോ ഈ സ്ഥാപനം നിലയിൽ വന്നിരിക്കണേ അന്ന് മുതലേ ഈ ബൈലോ എന്ന് പറയുന്നത്, ബൈലോ എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്താ ബൈലോ എന്ന് പറയുന്നത്? അതിൻ്റെ നിയമസംഹിത, അതാണ് ഉദ്ദേശിക്കുന്നത്. ബൈലോ മീൻസ് ദ രജിസ്റ്റേർഡ് ബൈലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കണമെങ്കിൽ അവർ ആദ്യം ഒരു ബൈലോ പ്രിപ്പയർ ചെയ്തിരിക്കണം. ആ ബൈലോ രജിസ്ട്രാർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ആ ബൈലോ കോപ്പറേറ്റീവ് രജിസ്ട്രാർ അംഗീകരിച്ചിരിക്കണം. അതാണ് ഇങ്ങനെ പറയുന്നത്, രജിസ്റ്റേർഡ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ടൈം ബീയിങ് ഇൻ ടു ഫോഴ്സ്. ടൈം ബീയിങ് ഇൻ ഫോഴ്സ് എന്നാണോ ഇത് ആരംഭിക്കുന്നത് വെച്ചാൽ അന്ന് മുതലേ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന രജിസ്റ്റേർഡ് ബൈലോസിനെയാണ്, രജിസ്റ്റേർഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ബൈലോ. ദെൻ ഇവിടെ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, what is meant by bylaw. Then next one is circle cooperative union, അതായത് സെക്ഷൻ സി, സെക്ഷൻ 2 സബ്സെക്ഷൻ സി. ദെൻ ഇവിടെ what is meant by bylaw. bylaw means it is a registered bylaw of a cooperative society for the time being in force. അതാണ് ബൈലോ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ സി. ദെൻ സബ്സെക്ഷൻ സിയിലെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ മീൻസ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 88. അണ്ടർ സെക്ഷൻ 88 പ്രകാരം നിലവിൽ വന്നിരിക്കുന്ന ഒരു സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. എത്ര മെമ്പേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം ആ യൂണിയൻ? 7 മെമ്പേഴ്സോ എന്നൊക്കെ പറയുന്ന ഒരു, അത് ഏത് ആക്ട് പ്രകാരമായിരിക്കണം, ഏത് സെക്ഷൻ പ്രകാരമാണ്? KCS ആക്ട് സെക്ഷൻ 88 പ്രകാരം പറഞ്ഞിരിക്കുന്ന, ഫോം ചെയ്തിരിക്കുന്ന ഒരു യൂണിയനെയാണ് നമ്മൾ എന്താ പറയുക? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് what is meant by central society. central society important ആണ്. what is meant by central society? section D. section 2 subsection D പ്രകാരം central society. definition of central society. സെൻട്രൽ സൊസൈറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കണേ? സെൻട്രൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് ജുറിഡിക്ഷൻ ഓവർ one or more revenue district but not the whole of the state. അതായത് ഒരു സ്റ്റേറ്റ് മുഴുവനും ഉണ്ടാവില്ല, പക്ഷേ എവിടെ ഉണ്ടാവാം? ഒരു ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റുകളിലോ പ്രവർത്തിക്കുന്ന. സെൻട്രൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി having jurisdiction over one or more revenue district but not the whole of the state as its area of operation. ഒരു സ്റ്റേറ്റ് മുഴുവനായിട്ട് നിൽക്കുന്നില്ല ഏരിയ ഓഫ് ഓപ്പറേഷൻ. ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ അതായത് എന്താണ് സെൻട്രൽ സൊസൈറ്റി? സെൻട്രൽ സൊസൈറ്റി മീൻസ് സൊസൈറ്റി ഹാവിങ്
ഹാവിങ് ജുറിഡിക്ഷൻ ഓവർ 1 or more റവന്യൂ ഡിസ്ട്രിക്ട്, ഒന്നോ അതിൽ കൂടുതൽ റവന്യൂ ഡിസ്ട്രിക്റ്റുകളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ബട്ട് നോട്ട് ദ വോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റോ അതിൽ കൂടുതൽ 1-2 ഡിസ്ട്രിക്റ്റുകളോ കൂടിച്ചേർന്നുകൊണ്ടോ പ്രവർത്തിക്കുന്ന ഏരിയ ഓഫ് ഓപ്പറേഷൻ അതിൽ നിജപ്പെടുത്തിയിരിക്കണം. ആൻഡ് ഹാവിങ് ഇസ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ്. സെൻട്രൽ സൊസൈറ്റീസിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അതർ സൊസൈറ്റീസ് ആണ്, ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ്റോ രജിസ്ട്രാറോ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റീസ് ആയിരിക്കും സെൻട്രൽ സൊസൈറ്റിയുടെ എന്ത് പറയണത് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മീൻസ് സൊസൈറ്റി ഹാവിങ് ജുറിഡിക്ഷൻ ഓവർ 1 or more റവന്യൂ ഡിസ്ട്രിക്ട്, ദാറ്റ് ഈസ് സെൻട്രൽ സൊസൈറ്റി. ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇതൊരു NB ആണ്. വാട്ട് ഈസ് മെൻ ബൈ സെൻട്രൽ സൊസൈറ്റി? ഡിഫൈൻ സെൻട്രൽ സൊസൈറ്റി ചോദിക്കാം, ഡിഫൈൻ അപ്പെക്സ് സൊസൈറ്റി ചോദിക്കാം, ഡിഫൈൻ ബൈ ലോ. ഇതൊക്കെയാണ് എപ്പോഴും കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ബൈ ലോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് DA, സെക്ഷൻ 2 സബ്സെക്ഷൻ DA, ചീഫ് എക്സിക്യൂട്ടീവ്. എന്താണ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ്? ആരെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുക? ചീഫ് എക്സിക്യൂട്ടീവിനെ KCS ആക്ട് പ്രകാരം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കണേ? ദെൻ അതിൽ ചീഫ് എക്സിക്യൂട്ടീവ് മീൻസ് എനി എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ വാട്ട് എവർ ഡിസിഗ്നേഷൻ കോഡ് ആൻഡ് includes an officer of the state government or an employee of any other institution or cooperative society who discharges the function of a chief executive under the act, the rules or the bylaw. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ഒരു എംപ്ലോയി ആയിരിക്കും, ഏതൊക്കെ തരത്തിലുള്ള ഡിസിഗ്നേഷൻ അദ്ദേഹത്തിനുണ്ടെങ്കിൽ കൂടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തി ആരാണോ അയാൾ അതിൻ്റെ ഡിസിഗ്നേഷൻ എന്ന് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നൊരു ഡിസിഗ്നേഷൻ ഒന്നും ആവില്ല. ചിലപ്പോൾ കമ്പനിയുടെ ഒരു സെക്രട്ടറി ആയിരിക്കാം. അതായത് ഈ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ റോളിലുള്ള എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്ന ഒരു ഓഫീസറെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ നമുക്ക് എന്ത് പറയാം? ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് ഡിഫൈൻ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ ഈസ് സെക്ഷൻ 2 സബ്സെക്ഷൻ E, കമ്മിറ്റി. സെക്ഷൻ 2 സബ്സെക്ഷൻ E കണ്ട സെക്ഷൻ 2 സബ്സെക്ഷൻ Eയിലെ കമ്മിറ്റിയിൽ എന്താ പറയണത് നോക്കാം. കമ്മിറ്റി മീൻസ് ഗവേണിംഗ് ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഗവേണിംഗ് ബോഡിയാണ് നമ്മളെന്ത് പറയുന്നത്? കമ്മിറ്റി എന്ന് പറയുന്നത്. ബൈ വാട്ട് എവർ നെയിം കോൾഡ് to which the management of the affairs of the society is entrusted. അപ്പോൾ ഒന്നുകൂടെ പറയാം. കമ്മിറ്റി means the governing body of a cooperative society. Committee means governing body of a cooperative society. Governing body എന്ന് പറയുമ്പോൾ അവിടെ ഭരണം നടത്തുന്ന ബോഡിയാണ് നമ്മളെന്ത് പറയുന്നത്? ഗവേണിംഗ് ബോഡിയാണ് നമ്മളെന്ത് പറയുന്നത്? കമ്മിറ്റി എന്ന് പറയും. അപ്പോൾ എന്താ അവിടെ കമ്മിറ്റി മീൻസ് ദ ഗവേണിംഗ് ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ വാട്ട് എവർ നെയിം കോൾഡ്, എന്ത് തന്നെ വിളിച്ചാലും, ടു വിച്ച് ദ മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ മാനേജ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്ന ഗവേണിംഗ് ബോഡിയാണ് നമ്മളെന്താ പറയുക? കമ്മിറ്റി എന്ന് പറയണേ. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം സെക്ഷൻ 2 പ്രകാരം ഒരുപാട് ഡെഫിനിഷൻസാണ്. ഡെഫിനിഷൻസിൽ ഒരു 21 ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. 21 ഡെഫിനിഷൻസിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് മെൻ ബൈ അപ്പെക്സ് സൊസൈറ്റി, വാട്ട് ഈസ് മെൻ ബൈ അസിസ്റ്റഡ് സൊസൈറ്റി. ദ നെക്സ്റ്റ് വൺ ഈസ് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ലോ. Then circle cooperative union, then general society, chief executive, and next one is committee. Okay, then next one is section 2 subsection EA, section 2 subsection EA le കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്
cooperative arbitration, cooperative arbitration, cooperative arbitration court, cooperative arbitration court. അപ്പോൾ തന്നെ ഇവിടെ നെക്സ്റ്റ് ഞാനിവിടെ ഒന്ന് മാറ്റുന്നുണ്ട്. സെക്ഷൻ എ അപ്പെക്സ് സൊസൈറ്റി. ദെൻ ഇവിടെ ഞാൻ എഴുതാണ് സെക്ഷൻ ഇ എ, സെക്ഷൻ 2 ഇ എ. ഇ എയിൽ എന്താ പറയണേ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. arbitration, cooperative arbitration court. Cooperative arbitration court means a court constituted under section 69. അതായത് സെക്ഷൻ 69 പ്രകാരം. അപ്പം ഞാൻ 110 സെക്ഷൻ ഉണ്ട് കേട്ടോ. 110 സെക്ഷനിൽ സെക്ഷൻ 69 എന്താ പറഞ്ഞിരിക്കണേന്ന് നോക്കാം നമുക്ക്. സെക്ഷൻ 69 ഓൾ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷാൾ ബി ഫയൽഡ് ബിഫോർ രജിസ്ട്രാർ. എല്ലാ പണപരമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകളും ആരെയാണ് നമ്മൾ വിളിക്കുക? ഷാൾ ബി ഫയൽഡ് ബിഫോർ രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഫയൽ ചെയ്തിരിക്കണം. ആൻഡ് നോൺ മോണിറ്ററി കേസസ് ടു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലും നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷാൾ ബി ഫയൽഡ് ബിഫോർ രജിസ്ട്രാർ ആൻഡ് നോൺ മോണിറ്ററി കേസസ് ടു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. അതായത് പണപരമല്ലാത്ത മറ്റെന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ മുന്നിലാണ് ഫയൽ ചെയ്യേണ്ടത്. ദെൻ അവിടെയാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്? Cooperative arbitration court means a court constituted under section 69. സെക്ഷൻ 69 പ്രകാരം പറഞ്ഞിരിക്കുന്ന ഫോം ചെയ്തിരിക്കുന്ന കോർട്ടിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. The next one is consortium lending scheme. That means consortium lending scheme framed under section 57C. സെക്ഷൻ 57C പ്രകാരം ഫ്രെയിം ചെയ്തിരിക്കുന്ന 57 ബുക്കിൽ കൊടുത്തിട്ടില്ലേ? 57C പ്രകാരം ചെയ്തിരിക്കുന്ന ലെൻഡിങ് സ്കീമിനെയാണ് കൺസോർട്ടിയം ലെൻഡിങ് സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ EC. കണ്ടോ? EB എന്താ പറയണത്? EA കഴിഞ്ഞു. EB കൺസോർട്ടിയം ലെൻഡിങ്, കൺസോർട്ടിയം ലെൻഡിങ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് EC. ECയിൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിൽ ദറ്റ് മീൻസ് ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 57A. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിനോ അതുമല്ലെങ്കിൽ അതിൻ്റെ വെൽഫെയർ ഫണ്ടിനൊക്കെ വേണ്ടിയിട്ടോ ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 57A. സെക്ഷൻ 57A പ്രകാരം കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എത്രമാത്രമായിരിക്കണം, വെൽഫെയർ ഫണ്ട് എത്രയായിരിക്കണം എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ECC. ECCയിലെ കോപ്പറേറ്റീവ് ഒബ്ഡസ്മാൻ എന്ന് പറയുന്നതോ? ഒബ്ഡസ്മാൻ മീൻസ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 69A. അതെന്താ പറയുന്നത്? ECCയിലെ കോപ്പറേറ്റീവ് ഒബ്ഡസ്മാൻ. ECC കോപ്പറേറ്റീവ് ഒബ്ഡസ്മാൻ സ്കീം പ്രകാരം പരാതികളൊക്കെ പരിഹരിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാങ്കുകളുടെയൊക്കെ ഒബ്ഡസ്മാൻ സ്കീമുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിലും
ദെൻ അവിടെ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ഒബ്ഡസ്മാൻ ഇ സി സിയിലെ കോപ്പറേറ്റീവ് ഒബ്ഡസ്മാൻ എന്ന് പറയും. കോപ്പറേറ്റീവ് ഒബ്ഡസ്മാൻ കോപ്പറേറ്റീവ് സെക്ടറിലെ പരാതികളൊക്കെ പരിഹരിക്കാനായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയൊക്കെ പരാതികളൊക്കെ പരിഹരിക്കാനുള്ള വ്യക്തിയാണ് നമ്മൾ എന്താ പറയുക, ഒബ്ഡസ്മാൻ എന്ന് പറയുക. ദെൻ ഒബ്ഡസ്മാൻ അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കോപ്പറേറ്റീവ് ഒബ്ഡസ്മാൻ മീൻസ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് അണ്ടർ subsection of section 69A. Okay, next one is cooperative principles. Cooperative principles എന്താ പറയണേ? Cooperative principles means cooperative principles listed in schedule 2 appointed to this act. Schedule 2 appended to this act. ഈ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നതാണ് എന്ത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ എന്താ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? Cooperative principles means cooperative principles listed in the schedule 2 appointed to this act. The next one is Cooperative Service Examination Board. Cooperative Service Examination Board ED section 2 ED Cooperative Service Cooperative Service Examination Board. എപ്പോഴും ഈ എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ദെൻ അവിടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് മീൻസ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 80B. സെക്ഷൻ 80B പ്രകാരം. അപ്പോൾ സെക്ഷൻ 80ലാണ് ഇപ്പോഴും നമുക്ക് സാധാരണ നമ്മളെപ്പോഴും ഓർക്കാറുള്ളൊരു പോയിൻ്റാണ് സെക്ഷൻ 80 എന്ന് പറയുന്നത്. സെക്ഷൻ 80 സർവീസ് റെഗുലേഷൻ ഓഫ് എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സർവീസ് റെഗുലേഷൻസ് ഓഫ് എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ എംപ്ലോയീസിൻ്റെ സർവീസ് റെഗുലേഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഇത് സെക്ഷൻ 80 ആണ്. അപ്പോൾ സെക്ഷൻ 80 ഇവിടെ എന്താ പറയണേ? സെക്ഷൻ 80 കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ എക്സാമിനേഷനൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് മീൻസ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ section 80B. Then next one is cooperative society. Then define cooperative society. Define cooperative society F പ്രകാരം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലോ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്കി പ്രോസസ്സാണ്. ഡെഫിനേഷൻസൊക്കെ അതുപോലെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരിയുടെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ കൂടെ നമുക്ക് മേജർ ഡെഫിനേഷൻസ് പഠിക്കാതെ വയ്യല്ലോ. അപ്പോൾ തന്നെ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞു. വാട്ട് ഈസ് മീൻ ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി? ആ സൊസൈറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഓർ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. 1969 KCS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റീസിനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൈൻ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ F പ്രകാരം, സെക്ഷൻ 2F പ്രകാരം, സെക്ഷൻ 2 സബ്സെക്ഷൻ F, സെക്ഷൻ 2 സബ്സെക്ഷൻ F എന്ന് പറയുന്നുണ്ട്. ദെൻ സൊസൈറ്റി മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് means cooperative society registered or deemed to be registered or deemed to be registered under this act. ഈ KCS ആക്ട് 1969 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പേരിൽ ഉൾപ്പെടുത്തുന്നത്. Then next section 2 subsection G കണ്ടോ. സെക്ഷൻ 2 സബ്സെക്ഷൻ ജിയിൽ നെക്സ്റ്റ് പറയുന്ന പോയിൻ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുക, എങ്ങനെയാണ് ലിമിറ്റഡ് ലയബിലിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദാറ്റ് മീൻസ് എ സൊസൈറ്റി ഇൻ വിച്ച് the liability of members
for the debt of the society in the event of its being wound up is limited by its bylaw. ആ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആക്കിയിരിക്കാം. അങ്ങനെ ലിമിറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിന് മാത്രമാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതിന് 2 കേസാണ് പറയണത്. to the amount if any unpaid on the shares respectively held by them. ഒരു ഷെയർ ഹോൾഡർ, ഒരു മെമ്പർ എത്രമാത്രമാണ് അവിടെ നമുക്ക് ലയബിൾ ആയിരിക്കുന്നത്, എത്രമാത്രമാണ് ഷെയർ കൊടുക്കാനുള്ളത്, എത്രമാത്രമാണ് ലയബിൾ ആയിരിക്കുന്നത്, ആ ലയബിൾ ആയിരിക്കുന്ന എത്രമാത്രമാണോ അത്രമാത്രം കൊടുക്കാനുള്ളൊരു ബാധ്യത ഒരു മെമ്പർക്കുള്ളൂ എന്ന് ലിമിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. As such amount as they may respectively undertake to contribute the asset of the society. അല്ലെങ്കിൽ ആ അസറ്റ്സ് എത്രമാത്രം ഉണ്ടോ അതിൻ്റെ ലെവൽ വരെയാണ് നമ്മുടെ ലയബിലിറ്റി. ഇങ്ങനെ 2 കേസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക, കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. നെക്സ്റ്റ് പറയുന്നത് ജി കഴിഞ്ഞു. സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച്, കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. Cooperative society with unlimited liability. Cooperative society with unlimited liability means a society the members of which are in the event of being wound up jointly or severally liable for and in respect of all the obligation and to contribute to any deficit in the assets of the society. അതായത് കമ്പനിക്ക് സൊസൈറ്റിക്ക് ഉണ്ടാകാവുന്ന എല്ലാ നഷ്ടത്തിനും എല്ലാ മെമ്പേഴ്സും ഒരുപോലെ ലയബിളാണ് എന്ന് പറയുന്നതാണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. Then next one is deposit guarantee scheme. Deposit guarantee scheme. Deposit guarantee scheme means deposit guarantee scheme framed under section 57B. The next one is director of cooperative audit. Means director of cooperative audit is appointed under subsection 1 section 63 and any officer to whom all or any of the powers of the director cooperative audit may be delegated by the government by general or special order under subsection 3 of section 63. അതായത് നെക്സ്റ്റ് പറയുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻറ്റഡ്, ഒരു ഡയറക്ടറെ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 63. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം സെക്ഷൻ 63 പറഞ്ഞിരിക്കുന്നത് പ്രകാരം സബ്സെക്ഷൻ 1 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഓഡിറ്ററെയാണ് നമ്മൾ എന്ത് പറയുന്നത്, then auditing processനെയാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എനി ഓഫീസർ ടു ഹൂം ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് മേ ബി ഡെലിഗേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓർ സ്പെഷ്യൽ ഓർഡർ ഓർ ജനറൽ അണ്ടർ സബ്സെക്ഷൻ 3 ഓഫ് ദ സെക്ഷൻ 63. അപ്പോൾ ഇത്രയാണ് നമുക്ക് എവിടെ പറയാനുള്ളത്, ഫസ്റ്റ് പാർട്ടിൽ. ദെൻ ഇവിടെ HB വരെ പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് I, ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് ഓർത്ത് വയ്ക്കുക, ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ദെൻ നമ്മുടെ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 2 തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ I ആണ്. സബ്സെക്ഷൻ I പ്രകാരം ഡിസ്പ്യൂട്ട് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാനായിട്ട് ഡിഫൈൻ ഡിസ്പ്യൂട്ട് നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ, ഡിസ്പ്യൂട്ട് മീൻസ് എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്, എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി capable of being the subject of litigation. എന്താ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദം, അന്യായം, litigation, and includes a claim in respect of any sum payable to
or by a society whether such a claim be admitted or not. അപ്പോൾ എന്താ പറയുക, എന്താ ഡിസ്പ്യൂട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് മീൻസ് എനി മാറ്റർ. ഡിസ്പ്യൂട്ട് മീൻസ് എനി മാറ്റർ touching the business, constitution, establishments. അപ്പം എന്താ ഡിസ്പ്യൂട്ട് മീൻസ് എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതോ, എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ടതോ, ഓർ മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതോ, capable of being the subject of litigation and includes a claim in respect of any sum payable to or by a society. ഒന്നുകിൽ കമ്പനി, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി പൈസ കൊടുക്കാനുള്ളതോ, അല്ലെങ്കിൽ ഓർ ബൈ സൊസൈറ്റി വെദർ സച്ച് ക്ലെയിം ടു ബി അഡ്മിറ്റ് ഓർ നോട്ട്, നമുക്ക് നൽകാനുള്ളതുമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ മാനേജീരിയൽ പ്രോബ്ലംസോ ബിസിനസ് പ്രോബ്ലംസോ കോൺസ്റ്റിറ്റ്യൂഷൻസോ ഇതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഡിസ്പ്യൂട്ട് വരെ നിർത്താം. അപ്പോൾ നമുക്കതിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ദെൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഏതൊക്കെയാണ്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഈ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ആക്ട് നിലവിൽ വന്നത് 1969 അതേപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ 2 കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 പ്രകാരമൊക്കെ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നുകൊണ്ട് 1969 നിലവിൽ വന്നിരിക്കുന്ന സൊസൈറ്റീസ് ആക്റ്റാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഈ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് രൂപം കൊണ്ടേ? എല്ലാ ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ and orderly development of the cooperative sector and to achieve the object of equity, social justice and economic development. അതായത് നീതി, ന്യായം, അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ മേഖലകളും, മാർക്കറ്റിംഗ് ഏരിയാസ് ആവാം, ഹോസ്പിറ്റൽ ഏരിയാസ് ആവാം, ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ഏരിയാസ് ആവാം, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ആവാം, മാനേജ്മെൻറ്റ് ആവാം, ടെക്നോളജിക്കൽ ആവാം, ഇത്തരം മേഖലകളൊക്കെ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആവും. ഇവിടെയൊക്കെ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യണം? ദെൻ അവിടെ കിട്ടുന്ന, അതായത് അത്തരം സൊസൈറ്റികളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ രൂപരേഖ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ്, ബൈലോ എന്തായിരിക്കണം, ഇതൊക്കെ കൂടി ആക്ട്, അതിനൊക്കെ കൂടി ഓർഡർലി ഡെവലപ്മെൻറ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് നിലവിൽ വന്നിരിക്കുന്ന ഒരു ആക്റ്റാണ് ഇത് 1969 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ക്ലിയർ ആയല്ലോ? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി നമ്മൾ പഠിച്ചിരിക്കുന്നത് അതിലെ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡഡ് ടു കമൻസ്മെൻറ്റ്. പിന്നെ ഇനി നമ്മൾ പഠിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ എത്ര സെക്ഷനുണ്ട്? 110 സെക്ഷനും 201 റൂൾസും ഉണ്ട്. അപ്പോൾ 110 സെക്ഷനിലെ മേജർ സെക്ഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ പഠിക്കുന്നത് എന്താ? ഡെഫിനിഷൻ ഓഫ് സെക്ഷൻ 1 ജസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സെക്ഷൻ 2 ഡെഫിനിഷൻസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഓരോ വേർഡിനും ഡിഫൈൻ ചെയ്തിരിക്കാം. വാട്ട് ഈസ് മെൻ ബൈ അപ്പെക്സ് സൊസൈറ്റി, വാട്ട് ഈസ് മെൻ ബൈ അസിസ്റ്റഡ് സൊസൈറ്റി, വാട്ട് ഈസ് മെൻ ബൈ സെൻട്രൽ സൊസൈറ്റി, വാട്ട് ഈസ് മെൻ ബൈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, വാട്ട് ഈസ് മെൻ ബൈ ബൈലോ, വാട്ട് ഈസ് മെൻ ബൈ ചീഫ് എക്സിക്യൂട്ടീവ്, വാട്ട് ഈസ് മെൻ ബൈ ഡിസ്പ്യൂട്ട്. ഇത്തരം വേർഡ്സുകളെ കുറിച്ച് നമ്മളെയൊക്കെ ക്ലിയർ കട്ട് ഐഡിയ തരുന്നതാണ്. ഇത്രയും ഇതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ കട്ട്. അപ്പോൾ നിങ്ങളിതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പെക്സ് സൊസൈറ്റി പഠിക്കുക, അപ്പെക്സ് സൊസൈറ്റി, ബൈലോ, പിന്നെ സെൻട്രൽ സൊസൈറ്റി, കമ്മിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡിസ്പ്യൂട്ട്. കണ്ടോ? ഡിസ്പ്യൂട്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ തന്നെ അതിൽ നെക്സ്റ്റ് ഇപ്പോഴും നമ്മൾ ഇത്രയും ആയിട്ടുള്ളൂ, അതിൻ്റെ പകുതി പോലും ആയിട്ടില്ല. ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഏരിയ വരെ എത്തിയിട്ടുള്ളൂ. നമുക്കൊരു 21 ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇൻട്രാക്ഷൻ പീരീഡൊക്കെ ഞാൻ ചോദിക്കും. വാട്ട് ഈസ് മെൻ ബൈ അപ്പെക്സ് സൊസൈറ്റി, വാട്ട് ഈസ് മെൻ ബൈ അപ്പെക്സ് സൊസൈറ്റി, വാട്ട് ഈസ് മെൻ ബൈ സെൻട്രൽ സൊസൈറ്റി ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ ചോദിക്കും. വാട്ട് ഈസ് മെൻ ബൈ ഡിസ്പ്യൂട്ട്. അപ്പോൾ ഡെഫിനിഷൻ വ്യക്തമായിട്ടും ഏതൊക്കെ പഠിച്ചിരിക്കണം? അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി, ഡിസ്പ്യൂട്ട്, കമ്മിറ്റി, ചീഫ് എക്സിക്യൂട്ടീവ്, ബൈലോ. ഈ 4-5 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഇൻട്രാക്ഷൻ പീരീഡിൽ നമുക്ക് അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിലും ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. താങ്ക് യു ഓൾ.